ഇത്രയും കഷ്ടപ്പെട്ട് ബിഗ് ബോസിൽ എത്തിയിട്ട് നന്മമരം കളിക്കാൻ വരുന്നവരെ കാണുമ്പോഴാണ് പുച്ഛം തോന്നുന്നത്. ഇന്നലെ ഇവർക്ക് കൊടുത്ത ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തവർക്ക് ഒരു പെൻഡൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇൻഫിനിറ്റി പെൻഡൻ. അപ്പോൾ അത് കിട്ടിയ കുറച്ച് പേരെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ ടീമിലുള്ള ഒരാളെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡേഞ്ചർ സോണിലോട്ട് ഇടാമെന്ന് പറയുന്നുണ്ട്. ആരെ വേണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവർ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഓരോരോ പേരുകൾ പറയുന്നു. അപ്പോൾ രഞ്ജിനി ഹരിദാസ് ചോദിക്കുന്നു എന്താണ് നിങ്ങൾ തീരുമാനിച്ചതെന്ന് ചോദിക്കുമ്പോൾ പലരും പല പേരുകൾ പറയുന്നു. മെജോറിറ്റി ചോദിക്കുമ്പോൾ 2 പേര് കൈവക്കുന്നു. ഉടനെ റിയാസ് പറയുന്നു 2 പേര് പറയുന്നതാണോ മെജോറിറ്റി എന്ന് ചോദിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നു എന്താണ് ക്വസ്റ്റ്യൻ എന്ന്. ക്വസ്റ്റ്യൻ പോലും മനസ്സിലാക്കാതെയാണോ ഇവർ ഡിസ്കസ് ചെയ്യാൻ പോയത്? അപ്പോൾ തന്നെ രഞ്ജിനി ഹരിദാസ് പറയുന്നു മെജോറിറ്റി എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, ഇൻഫിനിറ്റി പെൻഡൻ എല്ലാവരുടെയും കയ്യിൽ നിന്ന് മേടിക്കാൻ പറഞ്ഞ് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഇൻഫിനിറ്റി പെൻഡൻ റെനീഷയെ കൊണ്ട് രഞ്ജിനി ഹരിദാസ് തിരിച്ചു മേടിപ്പിക്കുന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇവരെന്താ കുട്ടികളെ കളിക്കാനാണോ ബിഗ് ബോസിൽ വന്നത്? നമ്മൾ കാരണം ഒരാൾ ഔട്ടാകരുത് എന്നാണ് ഒരാൾ പറയുന്നത്. ബിഗ് ബോസിൽ ഇവർ തന്നെയാണ് വോട്ട് ചെയ്ത് എലിമിനേറ്റ് ആക്കുന്നത്. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് 100 ദിവസം നിന്ന് വിജയിപ്പിക്കാൻ ഇതെന്താ മഹാസംഗമം വല്ലതും ആണോ? നിങ്ങൾ വന്നിരിക്കുന്ന ബിഗ് ബോസിലാണ്. ബിഗ് ബോസിന്റെ റൂൾസ് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇതിപ്പോൾ 8ാമത്തെ സീസണിലല്ലേ? 7 സീസൺ കണ്ടവരാണ് നിങ്ങൾ എല്ലാവരും എന്നും എല്ലാവർക്കും അറിയുകയും ചെയ്യാം. നിങ്ങൾ അങ്ങോട്ട് പോയി റിക്വസ്റ്റ് അയച്ച് ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അല്ലാതെ നിങ്ങളെ ആരും നിർബന്ധിച്ച് ബിഗ് ബോസിലോട്ട് കൊണ്ടുവന്നതും അല്ല. ബിഗ് ബോസ് എന്താണെന്നും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും പുറത്തിരുന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ അവിടെ ചെന്നത്. എന്നിട്ടിങ്ങനെ നന്മമരം കളിക്കുന്ന കാണുമ്പോൾ